ഞാൻ ശിവകാമി. ഇന്ന് ജൂലൈ 5 ബഷീർ ദിനം. ബഷീർ ദിനത്തോടനുബന്ധിച്ച് ബഷീറിന്റെ കൃതികളിൽ ഒന്നായ ബാല്യകാല സഖിയിലെ മജീദിന്റെ ഉമ്മയുടെ ചെറിയൊരു വേഷമാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇത് കുപ്പിയാ പോലെ, അതിനല്ലേ ഇതും കുത്തിപ്പിടിച്ച് ആരിവിടെ ഇരിക്കുന്നേ? ആ ചെടിയിലൊക്കെ ചോര പോലെ കിടക്കും. ആരാ അത്? മജീദാ? എന്താ മോനെ? കുമാരോട് എന്തോ പറയാണ്ടല്ല. വാ ഉമ്മാന്റെ മോനിങ് വരി, അതിൽ പറഞ്ഞോളി. നീ പൊക്കോളി. ഒരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ കേൾക്കുന്നുണ്ടാ? റബ്ബിന്റെ നേർച്ചയും കാര്യം കൊണ്ട് നമുക്ക് വേണ്ടിയോളം മുതലുണ്ടല്ല. ഇപ്പൊ ആണേല് ആ സൂറാന്റെ ബാപ്പ മയ്യത്തായി. പാവം, അത് നിങ്ങൾക്ക് ആരുമില്ല. പഠിക്കാനാണേ ഓള് ഉഷാറാ. നമുക്കെന്താ ഓളെ കൂടെ പഠിപ്പിച്ചാല്? അതാകുമ്പോ പട്ടണത്തിൽ പഠിക്കാൻ മജീദിനൊരു കൂട്ടുമായി. അതെ, ഒന്ന് നിക്കീന്ന്. ഈ പാല് കുടിച്ചിട്ട് പോയാ മതി. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. വേലക്കാരിയുടെ കാര്യമൊന്നല്ലപ്പാ. ഓ, BA വരെ പഠിച്ചിട്ടും ഈ അടുക്കളയിൽ കിടന്ന് നടിക്കാനാണല്ലോ എന്റെ വിധി. അത് പറയാനല്ല ഞാൻ വന്നത്. എനിക്ക് ഒരാഗ്രഹമുണ്ട്, നിങ്ങളത് സഹായിച്ചിരുവോ? അതൊന്നുമല്ല, എനിക്ക് പൂവമ്പഴം തിന്നാനൊരു കൊതി. ഒരു കൊലയൊന്നും വേണ്ടപ്പാ, എനിക്ക് 2 എണ്ണം മതി. നിങ്ങൾ മറക്കോ? മറക്കാതെ കൊണ്ടുവന്നയ്യേ. പിന്നെ അവിടെ ഇവിടെയും കറങ്ങി നടക്കാണ്ട് വേഗം ഇങ്ങോട്ട് പോന്നോളി. ഞാനിവിടെ ഒറ്റക്കാണെന്ന കാര്യേ മറക്കണ്ടട്ടോ. പൂവമ്പഴം കിട്ടിയോ? കണ്ട. ഓ, നിങ്ങളുടെ ഒരു നാരങ്ങ. എനിക്കൊന്നും വേണ്ട നിങ്ങളെ നാരങ്ങ, എനിക്ക് പൂവമ്പഴം മതി. നിങ്ങളിവിടെ ചായയും കുടിച്ച് ആട്ടും കയറ്റും നിന്നോ? എന്റെ ആടിനെ കാണാനില്ല. ബാലകാല സൈന്യം ശബ്ദങ്ങൾ നിന്റെ ആടത്തുനിന്ന് പൊതുപ്പ് തിന്നാൻ നോക്കുമ്പോൾ ഞാൻ അതിനെ അപ്പുറത്ത് പിടിച്ചു കെട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാരും ഇങ്ങനെയാ ആർക്കും എന്റെ ആടിനെ കണ്ടൂടാ. എന്റെ ആട് നിങ്ങളെ പുസ്തകമൊന്നും തിന്നില്ല, പച്ചപ്പാണ് തിന്ന. ഞാനൊന്നും മിണ്ടുന്നില്ലേ? അഭിവന്ദ്യരായ ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ജൂലൈ 5 കഥയുടെ സുൽത്താന്റെ മറ്റൊരു ഓർമ്മ ദിനം കൂടി. മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്നു ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ. 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള തലയോലപ്പറമ്പിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് കായ് അബ്ദുറഹ്മാൻ, മാതാവ് കുഞ്ഞാത്തുമ്മ. സ്നേഹം, ദാരിദ്ര്യം, പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾ എന്നുള്ളവയെ ഉൾക്കൊള്ളുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മിക്ക രചനകളും. 1982 പത്മശ്രീ പുരസ്കാരം നൽകി ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തെ ആദരിച്ചു. അദ്ദേഹത്തിന് ലഭിച്ച പ്രധാന അംഗീകാരങ്ങൾ 1970 ലഭിച്ച കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, 1981 ലഭിച്ച കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, മുട്ടത്ത് വർക്കി അവാർഡ്, വള്ളത്തോൾ അവാർഡ്,
പ്രേം നസീർ അവാർഡ് തുടങ്ങിയവ 1994 ജൂലൈ 5-ന് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. നന്ദി, നമസ്കാരം. ബഹുമാന്യരായ അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ജൂലൈ 5 ബഷീർ ദിനം. ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനമാണ് നമ്മൾ ബഷീർ ദിനമായി ആചരിക്കുന്നത്. ഭാഷയുടെയും വ്യാകരണത്തിന്റെയും വേലിക്കെട്ടുകൾ പൊളിച്ചെഴുതി മലയാള സാഹിത്യത്തെ സാധാരണക്കാരന്റെ ജീവിതത്തോട് ചേർത്ത് നിർത്തിയ ജനകീയനായ എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. 1908 ജനുവരി 21-ന് കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് എന്ന സ്ഥലത്ത് കായ് അബ്ദുറഹ്മാന്റെയും കുഞ്ഞാത്തോമയുടെയും മകനായി ബഷീർ ജനിച്ചു. മലയാള സാഹിത്യ ചരിത്രത്തിന് ബഷീർ കൃതികൾ കൂടാതെ പരിപൂർണത ലഭിക്കുകയില്ല. നെഞ്ചു പിളർക്കുന്ന വേദനകളിലും ബഷീറിന്റെ കഥാപാത്രങ്ങൾ വായനക്കാരെ ചിരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ബാല്യകാലസഖിയും പാത്തുമ്മയുടെ ആടും പ്രേമലേഖനവുമെല്ലാം അദ്ദേഹത്തിന്റെ രചനകളിൽ ചിലതു മാത്രം. എഴുത്തുകാരൻ എന്ന നിലയിൽ തിളങ്ങിയ അദ്ദേഹം അറിയപ്പെട്ട ഒരു സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ മഹത്തായ രചനകൾ വായിക്കാനും എഴുതുവാനും പഠിക്കുവാനും അവസരം ലഭിച്ച നാം അനുഗ്രഹീതരാണ്. മനുഷ്യനോടൊപ്പം തന്നെ പ്രകൃതിയെയും സ്നേഹിക്കാൻ പഠിപ്പിച്ച അദ്ദേഹത്തിന്റെ നിത്യസ്മരണയ്ക്ക് മുന്നിൽ 1000 പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരനും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു അദ്ദേഹം. കായ് അബ്ദുറഹ്മാന്റെയും കുഞ്ഞാത്തുമ്മയുടെയും മകനായി 1908 ജനുവരി 21-ന് അദ്ദേഹം വൈക്കം തലയോലപ്പറമ്പിൽ ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം തലയോലപ്പറമ്പിലും വൈക്കം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലുമായിരുന്നു. 5ാം ക്ലാസ്സിൽ പഠിച്ച് ഗാന്ധിജിയെ കാണാനായി അദ്ദേഹം ഒളിച്ചോടി എന്ന് പറയപ്പെടുന്നു. പിന്നീട് അദ്ദേഹം നിരവധി സ്വാതന്ത്ര്യ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. 1930-ൽ കോഴിക്കോട് വെച്ച് നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും അതോടനുബന്ധിച്ച് ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഭഗത് സിംഗ് മാതൃകയിൽ തീവ്രവാദ സംഘം രൂപീകരിക്കുകയും അതിന്റെ മുഖപത്രമായ ഉജ്ജീവനിയിൽ വിവിധതരം കൃതികൾ എഴുതുകയും ചെയ്തിരുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാല കൃതികൾ. പ്രഭ എന്ന പുനിതനാമത്തോടെയാണ് ഇദ്ദേഹം കൃതികൾ എഴുതിയിരുന്നത്. ബേപ്പൂർ സുൽത്താൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെട്ടത്. ഇദ്ദേഹത്തിന്റെ ഭാര്യയായ ഫാത്തിമ ബീവി അഥവാ ഫാബി ബഷീറും ഒരു സാഹിത്യകാരിയായിരുന്നു. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും 1981 കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും നൽകി ഇദ്ദേഹത്തെ അനുമോദിച്ചു. 1982 രാജ്യം ഇദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു. എൻ്റെ എഴുത്തുകൾ വായിച്ച് ഏറ്റവും കൂടുതൽ കരഞ്ഞത് ഞാനാണ്. ഏറ്റവും കൂടുതൽ ചിരിച്ചതും കാരണം അതെൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ്. ഇങ്ങനെയാണ് ബഷീർ തന്റെ എഴുത്തുകളെ വിലയിരുത്തുന്നത്. 1994 ജൂലൈ 5-ന് ഇദ്ദേഹം അന്തരിച്ചു. ഈ ജനകീയ എഴുത്തുകാരുടെ നോവലുകൾ ഇന്നും നാം വായിക്കുന്നു. അതുതന്നെയാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന എഴുത്തുകാരന്റെ പ്രത്യേകതയും. ഇത്രയും വാക്കുകളിൽ ഞങ്ങൾക്ക് നന്ദി, നമസ്കാരം.
सो जा मैं बलिहारी, सो जा राजकुमारी, सो जा। मीठे सपने आए, सपनों में भी तरस दिखाए, तो मीठे सपने आए, सपनों में भी तरस दिखाए, उड़कर रूपन घर में जाए। ഒരു ചായക്ക് 8 ഉറുപ്പ്യ അത്രേ, പൊറോട്ടക്ക് 8 ഉറുപ്പ്യ, പിന്നെ എന്താ പറയാ കോഴിക്കറിക്കാങ്ക് 90. ഭാർഗവിക്കുട്ടിയുടെ പാട്ട് നമ്മളിന്ന് പോയി കണ്ടിട്ട് വരേ.